അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് മൂന്നാറിന് രണ്ടാമത്തെ ദിവസം നമ്മൾ പോകുന്നത് നേരെ കാന്തല്ലൂരിലേക്കാണ് അല്ലേ? കറക്റ്റ് നേരെ കാന്തല്ലൂരിലേക്കാണ്. അപ്പൊ നമ്മൾ ഇന്ന് യാത്ര തുടങ്ങുന്നത്. അപ്പൊ നേരെ നമ്മൾ ഇവിടുന്ന് നമ്മുടെ കാറിൽ കാന്തല്ലൂർ പോയിട്ട് അവിടെ നിന്ന് ജീപ്പ് എടുത്ത് ട്രക്കിങ്ങിന് പോകാനാണ് പ്ലാൻ. എങ്ങനെയാണ് നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോയി കാണാം. അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പൊ നമ്മളെല്ലാം പാക്ക് ചെയ്ത് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയാണ്, റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങിയാണ് അല്ലേ ബ്രോ? ഇറങ്ങിയല്ലേ? നീ നേരത്തെ തെറ്റാതെ പറഞ്ഞ കാന്തല്ലൂരിലോട്ട് പോകും. ക്യാരറ്റ് നമ്മൾ ഇന്നലെ പോയ വട്ടവടയിൽ നിന്ന് നമ്മള് കുറെ ക്യാരറ്റ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല. രണ്ടാമത്തെ ദിവസം നമ്മൾ യാത്ര തുടങ്ങിയപ്പോഴാണ് മഞ്ഞ് കൂടുതലും കണ്ടത്. എന്നാലും ചില സ്ഥലങ്ങളിൽ എത്തുമ്പോഴത്തേക്കും അവിടെ മഞ്ഞ് കുറവാണ്. പക്ഷെ ആ സമയത്ത് നമുക്ക് ദൂരെയുള്ള നല്ല കിടിലൻ വൈബുകളൊക്കെ കാണാൻ പറ്റും. പക്ഷെ സീസൺ ടൈം ആകുമ്പോഴത്തേക്കും നല്ല മഞ്ഞ് ഇറങ്ങിയിട്ട് അതൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ നമ്മൾ പോയ ടൈം എന്തായാലും കൊള്ളായിരുന്നു. പക്ഷെ ഒന്ന് തിരക്ക് കുറവാണ്. തിരക്ക് കുറവാകുമ്പോഴത്തേക്കും നമുക്ക് കൂടുതലും സ്ഥലങ്ങളൊക്കെ യാത്ര ചെയ്യാനും കൂടുതൽ സ്പെൻഡ് ചെയ്യാനൊക്കെ സമയം കിട്ടും. പക്ഷെ തിരക്ക് സീസൺ ടൈമിലൊക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് നല്ല ക്രൗഡ് ആയിരിക്കും. അപ്പോഴത്തേക്കും നമുക്ക് എല്ലാ സ്ഥലങ്ങളും പോയി വരാൻ പറ്റില്ല. പക്ഷെ എന്നാലും നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. നമ്മൾ പോയ ടൈമിൽ സീസൺ അല്ലാത്തത് കൊണ്ട് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റി. എന്തായാലും പോകുമ്പോൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത്, നിങ്ങളും പ്ലാൻ ചെയ്ത് മാത്രമാണ് പോകാനായിട്ട്. എന്നാലേ നമുക്ക് മൂന്നാർ നല്ല രീതിയിൽ ആസ്വദിച്ച് വരാൻ പറ്റുള്ളൂ. അങ്ങനെ മലയണ്ണാനെ കണ്ടിരിക്കുകയാണ് നമ്മള്. മറയൂര് വന്ന വഴിക്ക് ഒരു സ്പോട്ടിൽ മലയണ്ണാനെ കണ്ടിട്ടുണ്ട്. പക്ഷേ വ്യക്തമല്ല, നേരത്താണ് രസമാണ് കേട്ടോ. അതിരുന്ന് ഉറങ്ങുന്നതാണ്. അങ്ങനെ മലയണ്ണാൻ നമ്മളെ കണ്ടപ്പോൾ ഇതാണ്ട ചാടി പോകുന്നു. മറയൂർ ശർക്കര ഫാക്ടറി സന്ദർശനം. ഓക്കെ, എന്തായാലും അങ്ങോട്ട് പോവാം. മൂന്നാർ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാനുകളെ കാണുന്ന സ്പോട്ടാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത്. അതായത് മൂന്നാറിൽ നിന്ന് നമ്മുടെ മറയൂര് വഴി വന്ന് നേരെ നമ്മളെ കാന്തല്ലൂർ വരുന്ന ഒരു ഷോർട്ട് കട്ട് വഴിയുണ്ട്. ആ വഴി വരുമ്പോഴാണ് നമുക്ക് ഈ മാനുകളെ കാണാൻ പറ്റുള്ളൂ. മെയിൻ റോഡാണ് പോകുന്നതെങ്കിൽ നമുക്ക് മാനുകളെ കാണാൻ പറ്റില്ല. അത് പോയിട്ട് ഈ മാനുകൾ നിൽക്കുന്ന ഈ സ്പോട്ട്, ഈ നിൽക്കുന്ന മരങ്ങളെല്ലാം ചന്ദന മരങ്ങളാണ്. കണ്ടാ പറയില്ല. അതാണ് ഇവിടുത്തെ വേറൊരു വൈബ് എന്ന് പറയുന്നത്. ചന്ദന മരത്തിനിടയിലാണ് മാൻകൂട്ടങ്ങൾ നിൽക്കുന്നത്. റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഒരുപാട് മാനുകൾ കാണും, ഒരുപാട് ചന്ദന മരങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ചന്ദന മരങ്ങളും കാണാം. ഈ ബൈ റോഡ് വന്നു കഴിഞ്ഞാൽ മാനുകളെ ഒരുപാട് കാണാം. അപ്പോൾ പോകുന്നവർ ഉറപ്പായിട്ടും നമ്മുടെ ഈ റൈറ്റ് തിരിഞ്ഞുള്ള ഷോർട്ട് കട്ട് വഴിയാണ് വരാനായിട്ട്. എന്നാലും നമുക്ക് മാനും ചന്ദനമരവും നന്നായിട്ട് കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റും. പകൽ സമയങ്ങളിൽ എപ്പോൾ വന്നാലും ഉറപ്പായിട്ട് നിങ്ങൾക്ക് മാന് കാണാൻ പറ്റും. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ശർക്കര ഫാക്ടറിയിൽ വന്നു. പക്ഷേ ശർക്കര ഫാക്ടറിയിൽ വന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത്, നമ്മളെ വന്ന ശർക്കര ഫാക്ടറി അന്നത്തെ ദിവസം അവർക്ക് കുറെ വർക്ക് നടക്കുന്ന കാരണം അന്ന് ഓപ്പണിംഗ് അല്ല. പിന്നെ ജസ്റ്റ് വന്ന സ്ഥിതിക്ക് നമുക്ക് അകത്ത് കയറി അകം ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അങ്ങനെ അകം കയറി കണ്ടതാണ് നമ്മൾ അന്ന്. ചന്ദനമരം കണ്ടിട്ടില്ലാത്തവർക്ക് ചന്ദനമരം കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ചന്ദനമരം. നേരിട്ട് കണ്ടിട്ടില്ലാത്തവരും വീഡിയോയിൽ കണ്ടിട്ടില്ലാത്തവരും ഒരുപാട് ഉണ്ടാവും. അപ്പോൾ ഇതാണ് ചന്ദനമരം. ഓക്കെ, ഇല അടുത്ത് ഇത് ചെക്ക് ചെയ്തിട്ടുണ്ട്. മണം എങ്ങനെയുണ്ട്? മണം പിടിച്ചിട്ടുണ്ട്? മണമൊന്നുമില്ല. ആദ്യം ആ ശർക്കര ഫാക്ടറി കാണാൻ പറ്റിയില്ല എന്ന സങ്കടത്തിൽ നമ്മൾ പോയപ്പോഴാണ് നമ്മൾ വീണ്ടും ഒരു ശർക്കര ഫാക്ടറി കാണുന്നത്. അവിടെ ഇറങ്ങിയപ്പോഴാണ് നമ്മൾ ശർക്കര ഏകദേശം പാകം ചെയ്ത് എടുക്കുന്ന ടൈമാണ് നമ്മൾ സ്പോട്ടിൽ എത്തിയത്. അതുകൊണ്ട് നമുക്കത് നന്നായിട്ട് കാണാൻ പറ്റും. ഒരു സൈഡിൽ നിന്നും പാകമായ ശർക്കരയൊക്കെ ഇങ്ങനെ ഒരു സൈഡിലോട്ട് മാറ്റിയിട്ടുണ്ടാകുന്നത്. ഇതെല്ലാം ശർക്കരയാണ്. ഇനി ഇതിനെ അവർ ഉരുട്ടിയെടുക്കണം. പക്ഷെ ഇതിപ്പോ നല്ല ചൂടാണ്. അപ്പൊ ഇനി ചൂട് ചെറിയൊരു മാറ്റം വരുമ്പോഴാണ് അതായത് ഇതുപോലെ അവർ ഉരുട്ടുന്നത്. പക്ഷെ ഇപ്പോഴും നല്ല ചൂടുണ്ട് ശർക്കര. കാരണം ആ ചൂടോടെ ഉരുട്ടിയാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റൂ. കുറച്ച് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് തണുത്തിട്ട് അത് കല്ല് പോലെ ആവും. നമ്മളെ ഒറിജിനൽ ശർക്കരയില്ലേ, അതുപോലെ ആവും. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ തണുക്കും. അവിടെ ഇരുന്ന് തണുത്തതിന് ശേഷം നമ്മൾ അതിനെ എടുത്ത് പിന്നെ സെയിലിനായിട്ട് അങ്ങ് വയ്ക്കും. വിൽക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്ന് തന്നെ കട്ടയാവും. ഒരു കാര്യം ചെയ്താലോ, അവിടെ സ്റ്റമ്പ് അടിച്ചാലോ, പശുവിനെ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ റെഡിയാവും അല്ലേ? എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. നമ്മുടെ ആപ്പിൾ തോട്ടത്തിലെത്തിയിട്ടുണ്ട്. നമ്മളങ്ങനെ അകത്ത് കയറാനായിട്ട് വെയിറ്റിങ്ങിലാണ് അല്ലേ? തുറക്കാൻ ആള് വരണം. യെസ്, ഒരാൾക്ക് 20 രൂപ പാസ് ഉണ്ട്. ആപ്പിൾ കാണാൻ മാത്രമേ ഉള്ളൂ, മേടിക്കാനില്ല. ഓറഞ്ച് മുസാമ്പി അങ്ങനത്തെ ഫ്രൂട്ട്സുകൾ മേടിക്കാനുണ്ട്. ഓറഞ്ച് മുസാമ്പി പേരയ്ക്ക
മേടിക്കാന്. ഓറഞ്ച് ആ ബ്ലാക്ക് സപ്പോട്ട. ജൂൺ ജൂലൈ ആഗസ്റ്റ് അല്ലേ? സെപ്റ്റംബർ ഒക്ടോബർ നവംബർ. ജൂൺ ജൂലൈ ആഗസ്റ്റിലാണ് ഇവിടെ സീസൺ ടൈം. ഇതൊക്കെ ഓറഞ്ച്. ആ ഓറഞ്ച് ഇതുകൊണ്ടാണ് ചെയ്യുന്നത്. അതൊക്കെ കൊള്ളില്ലാത്തതാ. ഓറഞ്ച് 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 കണ്ടിട്ടേണ്ട. ഓറഞ്ച് ഇതാണ് കളർ പാഷൻ ഫ്രൂട്ട്. കളറാ? ഇതാണ് ഇതിന്റെ കളർ, പ്യൂർ കളർ. ആ പ്യൂർ കളർ. ആ പാഷൻ ഫ്രൂട്ട് കളറായി വരുന്നുണ്ട്. മഞ്ഞ ഉണ്ടോ? അതാണ് ഇത്. ഇത് ഓറഞ്ച് അല്ലേ? മുസംബി. മുസംബി ആപ്പിൾ മരം ഏതാണ്? ചെറിയ ആപ്പിൾ നിൽക്കുന്നത്. ആപ്പിൾ അല്ലേ? ആപ്പിൾ നിൽക്കുന്നുണ്ട്. ആപ്പിൾ ആപ്പിൾ സീസൺ അല്ലാത്ത. ആ ആപ്പിൾ സീസൺ എപ്പോഴാണ്? ജൂലൈ ആഗസ്റ്റ്. തക്കാളി, മരത്തക്കാളി. യെസ് ഓറഞ്ച്. അതെ നോക്ക് ഓറഞ്ച്. ഓ മുസംബിയാണല്ലേ? മുസംബി. ഇത് ആപ്പിളിന്റെ തൈ ഇവിടെ കിട്ടുമോ? ഉണ്ടോ? പിന്നെ തണുപ്പ് ക്ലൈമറ്റ് ആണല്ലോ. സബർജിൽ. സബർജിൽ പ്ലം. പ്ലം പ്ലം പ്ലം. മാതളം. മാതളം എന്ന് പറഞ്ഞിട്ട് മാതളം തൈ കാണാനില്ല. തൈ അല്ലേ ഇത്? പക്ഷേ മാതളം കാണാനില്ല. അത് മാതളാണ് കാശി? അത് എന്താണ്? മുട്ട്. ഇതന്നെ ടേസ്റ്റ്. നമ്മൾ അവിടെ നിന്ന് കഴിച്ച ഓർമ്മ 2.5 കിലോ വാങ്ങിച്ച്. നല്ല പോലെ. ഇത് ഡാലിയ അല്ലേ? അല്ലെന്നാണ് തന്നെ. ഡാലിയ. അത് തന്നെ. ഡാലിയ അല്ലേയാണ് ഇത്? പൂ കീർത്തി. ആ ഉണ്ട്. അതാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ബ്ലൂ നിൽക്കുന്ന. പർപ്പിള്, വൈറ്റ് ഡാലിയ, യെല്ലോ ഡാലിയ. അങ്ങനെ നമ്മൾ തോട്ടം കണ്ട് നടക്കുകയാണ്. ആ കണ്ണാടി വെച്ച. ആ അങ്ങനെ നമ്മൾ ആപ്പിൾ തോട്ടമൊക്കെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോഴാണ് നമ്മൾ കരിമ്പിന്റെ കൃഷിയിടം കണ്ടത്. കണ്ടോ? ഇത് കരിമ്പാണ് നിൽക്കുന്നത്. അപ്പോൾ പകലെടുത്ത വീഡിയോയ്ക്ക് രാത്രിയാണ് നമ്മൾ വൈൻഡപ്പ് എടുക്കുന്നത്. കാരണം നമുക്ക് അവിടെ നിന്ന് വൈൻഡപ്പ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ കുറേ ദൂരം സഞ്ചരിച്ചു. അതിനുശേഷമാണ് ഈ വൈൻഡപ്പ് എടുക്കുന്നത്. ആദ്യം ഉറക്കമാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഈ കുഞ്ഞു വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് പ്രത്യേകിച്ച് ആരെയും പരിചയപ്പെടുത്തണ്ടല്ലോ. എല്ലാവരും അറിയാമല്ലോ. പഴയ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തിയ ആൾക്കാർ തന്നെയാണ്. സന്തോഷേട്ടൻ, KS നോവ, അരുൺകുമാർ, അരുൺ അപ്പോസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. എന്താണ് പറയാനുള്ളത് വീഡിയോയെക്കുറിച്ച്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ? നമ്മൾ 2 ദിവസം മൂന്നാറിൽ അടിച്ചിറങ്ങി വന്നതാണ്. ലാസ്റ്റ് ദിവസമാണ് നമ്മൾ ഇന്നത്തെ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളി എക്സ്പീരിയൻസ്. ഇപ്പൊ ഏകദേശം സമയം എന്ന് പറയുന്നത് ഇതുവരെ പോയിട്ടില്ല. ഇപ്പൊ 1:10 രാത്രി. 1:10 വൈൻഡപ്പ് എടുക്കുന്നത്. അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. പിന്നെ ഉറപ്പായിട്ട് ഈ സീസൺ ടൈം നോക്കി പോവുക. ആപ്പിളുള്ള സീസൺ എപ്പോഴായിരുന്നത്? ജൂലൈ ആഗസ്റ്റ്. ആ ടൈം, ആ ടൈം നോക്കിയാണ് പോകാനായിട്ട്. അല്ലാതെ പോയി കഴിഞ്ഞാൽ ഇതേപോലെ ഫ്രൂട്ട്സുകളൊക്കെ കുറച്ചേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ആ സമയത്ത് നിങ്ങൾ മാക്സിമം പോകാൻ ശ്രമിക്കുക. അപ്പൊ ഓക്കെ. അപ്പൊ എന്തായാലും പിന്നെ കാറിൽ പോകുന്ന അന്താക്ഷരി കളിക്കാൻ കാരണം നമ്മളിപ്പോ കോട്ടയത്ത് തുടങ്ങിയതല്ലേ. കോട്ടയത്ത് തുടങ്ങി നമ്മളപ്പോ അടൂര് കഴിഞ്ഞ് വീണ്ടും ഒരു 20 കിലോമീറ്റർ വന്നിട്ട് നമ്മൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ഒരു ഇൻട്രസ്റ്റിൽ ഡ്രൈവിങ്ങും വേറെ ലെവലിൽ പോകാൻ. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഷോക്ക് ഫാമിലിയുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഷോക്ക് ഫാമിലി ഇനിയൊരു പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.